സൈലത്തിന്റെ ഹൈബ്രിഡ് ക്യാമ്പസിൽ അപ് ടു 100% സ്കോളർഷിപ്പോടെ പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സൈലത്തിന്റെ സാറ്റ് എക്സാം ആണ് നാളെ മെയ് 10 നടക്കുന്നത് രാവിലെ 9 മുതൽ 12 വരെ. അപ്പൊ നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള സെന്റേഴ്സിൽ പോയിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാം. ഏതൊക്കെയാ സെന്റേഴ്സ് എന്ന് മിസ് പറഞ്ഞുതരാം. ആലപ്പുഴ നമുക്ക് 3 സെന്റേഴ്സ് ആണുള്ളത്. ആലപ്പുഴ ഹൈബ്രിഡ് സെന്റർ YMCA ജംഗ്ഷൻ, ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂൾ മുട്ടം ചേർത്തല, നായർ സമാജം HSS മാന്നാർ. ഇനി നമ്മുടെ എറണാകുളത്ത് നമ്മുടെ കച്ചേരിപ്പടിയുള്ള സൈലം ഹൈബ്രിഡ് ക്യാമ്പസിലാണ്. ഇടുക്കിയിൽ ഓക്സിലിയം സ്കൂൾ കട്ടപ്പന. കണ്ണൂരിലേക്ക് നമുക്ക് 2 സെന്റേഴ്സ് ആണുള്ളത്. നമ്മുടെ കണ്ണൂർ ഹൈബ്രിഡ് ക്യാമ്പസിലും അതുപോലെ തലശ്ശേരി ഹൈബ്രിഡ് ക്യാമ്പസിലും. കാസർഗോഡ് ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. കൊല്ലത്ത് നമുക്ക് 2 സെന്റേഴ്സ് ആണുള്ളത്. MGM സ്കൂൾ കൊട്ടാരക്കരയും അതുപോലെ തന്നെ കൊല്ലത്തെ നമ്മുടെ ഹൈബ്രിഡ് ക്യാമ്പസ് ജവഹർ നഗർ. കോട്ടയത്ത് നമുക്ക് സൈലം ക്യാമ്പസിൽ തന്നെയാണുള്ളത്. അതുപോലെ തന്നെ കോഴിക്കോടേക്ക് വരുമ്പോൾ 3 സെന്റേഴ്സ് ആണുള്ളത്. ഒന്ന് എരഞ്ഞിപ്പാലത്തെ ഫ്യൂച്ചർ ക്യാമ്പസിലും അതുപോലെ വടകര സൈലം സെന്ററിലും ബാലുശ്ശേരി സൈലം ക്യാമ്പസിലും. ഇനി നമ്മുടെ മലപ്പുറത്ത് നോക്കുമ്പോൾ മലപ്പുറത്ത് നമുക്ക് 4 സെന്റേഴ്സ് അവൈലബിൾ ആണ്. എയ്സ് പബ്ലിക് സ്കൂൾ മഞ്ചേരി, അതുപോലെ മർക്കസ് ഇന്റർനാഷണൽ സ്കൂൾ കൊണ്ടോട്ടി, പിന്നെ മലപ്പുറം കോട്ടയ്ക്കലുള്ള സൈലം ഹൈബ്രിഡ് ക്യാമ്പസ്, അതുപോലെ തന്നെ പെരിന്തൽമണ്ണയുള്ള ട്യൂഷൻ സെന്റർ. ഇനി പാലക്കാട് നോക്കുമ്പോൾ നമ്മുടെ പാലക്കാട് ട്യൂഷൻ സെന്റർ ഉണ്ട്. പത്തനംതിട്ട SCS ഹൈസ്കൂൾ ആണുള്ളത് തിരുവല്ല. തൃശ്ശൂരിലേക്ക് വരുമ്പോൾ നമ്മുടെ ശക്തൻ ഹൈബ്രിഡ് ക്യാമ്പസിലും അതുപോലെ ട്രിവാൻഡ്രത്ത് ശ്രീ വിദ്യാധിരാജ HSS ആറ്റിങ്ങൽ, അതുപോലെ നെയ്യാറ്റിൻകരയുള്ള സൈലം ട്യൂഷൻ സെന്റർ. വഞ്ചിയൂരുള്ള ഹോളി ഏഞ്ചൽസ് കോൺവെന്റ് HSS, അതുപോലെ തന്നെ നെയ്യാറ്റിൻകരയുള്ള സെന്റ് തെരേസാസ് ആവില ICSE സ്കൂളാണ്. പിന്നെ നമ്മുടെ സ്റ്റാച്യു ക്യാമ്പസിലും സെന്റർ അവൈലബിൾ ആണ്. വയനാട് നമുക്ക് 1 സെന്റർ ആണുള്ളത്, സെന്റ് ജോസഫ്സ് കോൺവെന്റ് സ്കൂൾ കൽപ്പറ്റ. അപ്പൊ ഇത്രയുമാണ് ഓരോ ജില്ലയിലുമുള്ള നമ്മുടെ സെന്റേഴ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ ലിസ്റ്റ് മിസ് കൊടുത്തേക്കാം. അതും കൂടെ നോക്കി നിങ്ങൾ എന്ത് ചെയ്യുക, ഏറ്റവും അടുത്തുള്ള സെന്ററിൽ തന്നെ പോയി എക്സാം എഴുതുക. സ്പോട്ട് രജിസ്ട്രേഷനും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇതുവരെ രജിസ്റ്റർ ചെയ്യാൻ ബാക്കിയുള്ള കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പോട്ട് രജിസ്റ്റർ ചെയ്തിട്ടും എക്സാം അറ്റൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നന്നായിട്ട് പഠിച്ച് പ്രിപ്പയർ ചെയ്തതിന് എക്സാം അറ്റൻഡ് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്.